ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ കുറച്ച് ഭാഗം ഞാൻ ഷോർട്ടായിട്ട് പറയാം, കാരണം ഇന്നിടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെയാണെങ്കിൽ നമ്മുടെ കിരണിനെ ചന്ദ്രസേനൻ വിളിക്കുകയാണ് വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ കിരൺ വേഗം തന്നെ അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ എന്താ അച്ഛാ വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ. അപ്പോൾ ആ സമയത്ത് പറയാണ്, മോനെ, നമ്മുടെ CCTV കേടാക്കിയത് കൊണ്ട് ആ വന്ന ആളെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ അപ്പുറത്തെ വീട്ടിലെ CCTV ഞാൻ നോക്കിയായിരുന്നു, കുറച്ച് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്താ അച്ഛാ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യടുത്ത് നോക്കുകയാണ് ലാപ്ടോപ്പിലിട്ടിട്ട്. അങ്ങനെ ആ സമയത്ത് കാണുന്നത് ഈ പറയുന്ന പയസ് മുഖം മറച്ചിട്ട് 2 വീലറിൽ റോഡിൽ വന്ന് ഇറങ്ങുന്നതും അതുപോലെ തന്നെ ആ മതിലെടുത്ത് ചാടുന്നതും പിന്നാമ്പുറത്തേക്ക് പോകുന്നതുമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ അത് കാണുന്ന കിരൺ പറയുന്നുണ്ട്, ഇവന്റെ രൂപം കണ്ടിട്ട് ഒരു മനസ്സിലാവാത്ത പോലെ എന്തോ, എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ ആരാണെന്നുള്ളത്. എന്തായാലും പിന്നാമ്പുറത്തേക്ക് പോയിട്ട് പിന്നാമ്പുറത്തെ ഡോറിലൂടെ തന്നെയാണ് അവൻ അകത്ത് കയറിയിട്ടുള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്തും നമ്മുടെ ചന്ദ്രസേനൻ സംശയിക്കുകയാണ്, ഇനിയിപ്പോൾ ആരെങ്കിലും തുറന്നു കൊടുത്തായിരിക്കും ശാരി എങ്ങാനും എന്ന് ചോദിക്കുമ്പോൾ അതാവില്ല, അവൻ വിദഗ്ധനായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ ആ പൂട്ട് പൊളിക്കാതെ തന്നെ അകത്തേക്ക് കടന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഈ ഒരു കാര്യം CI മാർട്ടിനെ അറിയിക്കണമെന്ന് കിരൺ പറയുകയാണ്. അതെ, അയാളെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്, നീ എന്തായാലും ഒന്ന് ചെന്ന് കണ്ടാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ കിരൺ CI മാർട്ടിൻ്റെ അരികിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് CI മാർട്ടിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ദൃശ്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവൻ ഏതാണെന്ന് ഒരു പിടുത്തം കിട്ടില്ല. എന്തായാലും ഇവന്റെ പുറകെ തന്നെയുണ്ട് പോലീസ്, ഉടനെ തന്നെ പിടികൂടും എന്ന് പറയുകയാണ്. അതെ, അവനെ പിടികൂടണം, അതിനുശേഷം എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ല, ഈ വീട്ടിലുള്ള ആരെങ്കിലും തന്നെയായിരിക്കും വാതിൽ തുറന്നു കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ സാറ് ആരെയെ സംശയിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അല്ല, ഈ സരയു എന്ന് പറയുന്നവരുടെയും സരയുവിൻ്റെ അമ്മയുടെയും ചരിത്രമൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, എങ്ങനെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരു സംശയം എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല, അവരിപ്പോൾ നല്ല സ്വഭാവത്തിലാണ്. അല്ല കിരണേ, ആരുടെയും മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല, കാരണം അവരുടെ ഭർത്താവിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ട്, അത് കൊന്നത് കിരണാണെന്ന് ഞങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഞങ്ങൾ ആ കേസിന്റെ പുറകെ പോകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ, അതിന്റെ അന്വേഷണവുമായിട്ട് ആരും വന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പക അവർക്കുണ്ടെങ്കിലോ, പിന്നെ അങ്ങനെ അവർക്ക് എന്തെങ്കിലും നേട്ടം ഇതിൽ നിന്ന് കല്യാണിയെ കൊന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും തോന്നുന്നില്ല സാറേ എന്ന് കിരൺ മറുപടി പറയുന്നുണ്ട്. എന്തായാലും അവന്റെ പുറകെ തന്നെ ഞങ്ങളുണ്ട്, കിരൺ എന്തായാലും കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കേണ്ട എന്ന് മാർട്ടിൻ അങ്ങനെ ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ മാർട്ടിൻ, അതായത് നമ്മുടെ കിരൺ വേഗം തന്നെ കല്യാണിയപ്പോൾ ആ സമയത്ത് സരയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ മനോഹറിനെ കാണാൻ പോയിട്ട് ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ദേഷ്യം പിടിച്ച് മനോഹറിന്റെ പേര് പേപ്പറിൽ എഴുതുകയും അതുപോലെ തന്നെ ആ പേരിൽ കുത്തി വരച്ച് അവന് ദേഷ്യം തീർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് കല്യാണി വരുന്നത്. കല്യാണി വരുമ്പോൾ സരയു വേഗം തന്നെ ആ പേപ്പർ മറച്ചു പിടിക്കുകയാണ്. അപ്പോൾ കല്യാണി വന്നിട്ട് പറയുന്നുണ്ട്, സരയു, നിന്റെ മാറ്റം എനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാക്കുന്നത്, എന്തായാലും നീ ഇനി ആ മനോഹർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനുമായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്രയ്ക്കൊന്നും ഞാൻ മാറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് സരയു. അപ്പോഴാണ് വലിയ സന്തോഷത്തോടു കൂടി കിരണും അവിടേക്ക് വരുന്നത്. ആണ് കിരൺ വന്നിട്ട് പറയുന്നുണ്ട്, എടി നീ എന്തായാലും ചെയ്ത് വലിയൊരു കാര്യം തന്നെയാണ്, നീ കുഞ്ഞിനെ അവനെ കൊണ്ട് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ട് കാണിച്ചു കൊടുക്കും, അപ്പോൾ അതിപ്പോ എന്തായാലും അങ്ങനെ തന്നെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു കൊടുത്തത് എന്ന് നമ്മുടെ സരയു പറയുകയാണ്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി, എന്തായാലും നിനക്ക് എൻ്റെ വക എന്താ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് മിഠായി കൊടുക്കുകയാണ്, കിക്കറ്റും മറ്റും കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി വലിയ സന്തോഷത്തോടു കൂടി സരയു അങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ, മിഠായി തിന്നോ എന്താ, അപ്പം മിഠായിൽ ഒതുക്കാണോ എന്നിങ്ങനെ കല്യാണി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമുക്ക് ഒന്നിച്ച് പോയി ഭക്ഷണം കഴിക്കാം ഹോട്ടലിൽ, എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കല്യാണിയും കിരണും അവിടെ നിന്ന് വലിയ സന്തോഷത്തോടു കൂടി പോവുകയാണ്. സരയു ആണെങ്കിൽ തൻ്റെ കാമുകൻ തന്ന ആ മിഠായി നീ എനിക്ക് സന്തോഷത്തോടു കൂടി തന്നതല്ലേ എന്നും പറഞ്ഞിട്ട് ആ മിഠായി എടുത്ത് തിന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അപ്പം നമ്മുടെ കിരൺ ആ സമയത്ത് പറയുന്നുണ്ട് ട്ടാ, അവൻ്റെ കൂട്ടുകാരൻ അവൻ ഈ CCTVയുടെ ആ ആളുണ്ടല്ലോ, അവൻ എന്തായാലും എന്നെ വിളിച്ചിട്ടുണ്ട്, അവൻ എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ സരുവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പേടി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കുന്നില്ല. എന്നിട്ട് അവൾ പറയുകയാണ്, എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം കിരണേ, എൻ്റെ അമ്മയെയാണ് അവൻ കുത്തിയത്, അവനെ എൻ്റെ കയ്യിൽ കിട്ടണം, എനിക്ക് അവനോട് ശിക്ഷ കിട്ടണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്തും
അതെ, അത് തന്നെയാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്നത് കിരണിന്റെ ആ കൂട്ടുകാരന്റെ അരികിലേക്കാണ്. അങ്ങനെ അവൻ അവിടെ എത്തിയിട്ട് കൂട്ടുകാരൻ ലാപ്ടോപ്പിൽ അവന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കണം, പയസിന്റെ ഫോട്ടോ, ഇവനാണ് അത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ കിരൺ പറയുകയാണ്. അതെ, ഇവൻ തന്നെയാണത്. അങ്ങനെ അതിനുശേഷം ഇവന്റെ ആ വണ്ടി എന്തായാലും ഇവന്റെ പുറകെ തന്നെയുണ്ട് എൻ്റെ കണ്ണുകൾ. ഈ നഗരത്തിൽ എവിടെ CCTV ഉണ്ടെങ്കിലും അതിന്റെ ഒക്കെ കണക്ഷൻ എനിക്ക് കിട്ടും, അതുകൊണ്ട് നീ പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇവൻ ഉടനെ തന്നെ കണ്ടെത്തണം, കണ്ടെത്തിയാൽ മാത്രം പോരാ, അവര് ആ ഗംഗപ്രസാദിനൊക്കെ വന്ന അവസ്ഥ ഇവനും ഉണ്ടാകണം എന്നിങ്ങനെ കിരൺ ഉറപ്പിച്ച് അവനോട് പറഞ്ഞങ്ങനെ പോവുകയാണ്. അതിനുശേഷം നമ്മുടെ കിരൺ പോകുന്നത് കല്യാണിയുടെ അരികിലേക്ക് തന്നെയാണ്. അങ്ങനെ കല്യാണിയുടെ അരികിലെത്തിയിട്ട് കല്യാണിയോട് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കണം. അപ്പൊ കല്യാണി ഒറ്റ നോട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇവനെ എനിക്കറിയാം, ഇവനാണ് വിക്രത്തിന്റെ കൂട്ടുകാരൻ, അടുത്ത കൂട്ടുകാരനാണ്, പയസ് എന്നാണ് ഇവന്റെ പേര്. ഇവനാണ് വിക്രത്തിനെ കൊണ്ടുപോയിട്ട് ലഹരി ഉപയോഗിക്കാനൊക്കെ മറ്റും പഠിപ്പിച്ചത്. ഇവൻ ലോക ഫ്രോഡാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഉറപ്പിക്കാല്ലേ അവൻ തന്നെയാണല്ലേ, വിക്രത്തിന്റെ കൂട്ടുകാരൻ തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും. പക്ഷെ ഇവൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവന്റെ പുറകിൽ വേറെ ആരൊക്കെയുണ്ട് എന്നിങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതെ, ഉടനെ തന്നെ അത് കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും നമ്മുടെ സരയും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ പയസിനെ പിടികൂടിയതിന് ശേഷം പയസ് എന്റെ പേരെങ്ങാനും പറയോ, അതോടുകൂടി എന്റെ കളികളൊക്കെ നിൽക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ പയസിനെ പിടികൂടുന്നതിന് മുമ്പ്, തന്റെ പേര് അവരോട് പറയുന്നതിന് മുമ്പ് കല്യാണിയെ ഇല്ലാതാക്കണമെന്ന് തന്നെ തീരുമാനിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ താരയോട് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അമ്മ സ്നേഹം, നിങ്ങൾക്ക് അമ്മ എന്ന സ്നേഹം എന്നോടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മകൾ എന്ന സ്നേഹം നിങ്ങൾക്ക് എന്നോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവളെ വിളിച്ചു വരുത്തണം. കല്യാണി നിങ്ങൾ വിളിച്ചാൽ ഉറപ്പായിട്ടും ഒരു സംശയവും കൂടാതെ വരും. അങ്ങനെ അവൾക്ക് ജ്യൂസിൽ വിഷം കലക്കി കൊടുക്കണം, അവളെ ഇല്ലാതാക്കണം. അതെൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ്, നിങ്ങളെ മകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി സ്നേഹമൊക്കെ കാണിച്ച് സംസാരിച്ച് അങ്ങനെ നമ്മുടെ താരയെ വീഴ്ത്തുകയാണ്. എന്തായാലും താര കല്യാണിയെ വിളിച്ചു വരുത്തുന്നുണ്ട്, ജ്യൂസിൽ അങ്ങനെ വിഷം കലക്കുന്നുണ്ട്. തന്നെയല്ല നമ്മുടെ കല്യാണിക്ക് അത് കൊടുക്കുകയും കല്യാണി അത് കുടിച്ച് അവിടെ അപ്പം തന്നെ മയങ്ങി വീഴുകയും താര എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ കാതുകൾ രണ്ടും പൊത്തിയിട്ട് നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അത് നടക്കാത്തൊരു കാര്യം തന്നെയാണ്. നമ്മുടെ വീണ്ടും സരയുടെ സ്വപ്നം മാത്രമാണത്. എന്തായാലും കിരൺ ഉടനെ തന്നെ പയസിനെ കണ്ടെത്തും. പയസിനെ കണ്ടെത്തിയിട്ട് പയസിനെ തല്ലിച്ചതച്ച് അവനെ കൊണ്ട് മണ്ണി പോലെ ഓരോ കാര്യങ്ങളും തുറന്ന് പറയിക്കുകയാണ്. അപ്പോൾ സരയുവിൻ്റെ പേര് പറയുന്ന കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ സരയു അവൾ വലിയൊരു അപകടകാരിയാണ്, വീണ്ടും കല്യാണിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് സരയുവിനെ തല്ലിച്ചതച്ച് കല്യാണിയെ അവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി അതുപോലെ തന്നെ അവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ, പോലീസിനെ പിടിച്ചിട്ടാണെങ്കിൽ കൊടുക്കേണ്ട ശിക്ഷ അവൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും സരയുവിന്റെ അടിവേരിളക്കുന്ന ഭാഗമാണ്. ഇനി എന്തായാലും സരയുവിന്റെ കളികളൊന്നും നടക്കില്ല, അവളുടെ എല്ലാ അടവുകളും നിർത്തലാക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.